AM കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ബീൻസും ക്യാരറ്റും വെച്ചിട്ടാണ് ഞാൻ തോരൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീൻസും ക്യാരറ്റൊക്കെ എടുത്ത് അതിൻ്റെ ആ ഞെട്ടി, അതുപോലെ ബീൻസിനൊരു ആരുണ്ടാവുമല്ലോ അതെല്ലാം കളഞ്ഞ്, ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സാക്കി കൊണന്നൊന്നുമില്ല, ഞാൻ മിക്സാക്കിയിട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ പഴുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ അരിഞ്ഞിട്ടു. അതുപോലെ കുറച്ച് നാളികേരം ചിരകിയത്, നമ്മളൊരു കൈപ്പിടി നാളികേരം ചിരകിയത്. അപ്പോൾ സ്റ്റവ് എല്ലാം കത്തിച്ച് പാൻ അടുപ്പത്തേക്ക് വെച്ചു. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ കുപ്പി ഇപ്പോൾ തോന്നുന്നുണ്ട് ഇത് വാങ്ങണ്ടായിരുന്നില്ല എന്നുള്ളത്, അന്ന് അത് അത്ര ഓർത്തില്ല. ഇപ്പോഴേ കുറച്ച് വെളിച്ചെണ്ണ ഇത് കൂടെ വരുള്ളൂ, അതിൻ്റെ വരുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അതിൽ കൂടെ. അപ്പോൾ കുറച്ചധികം നേരം വേണം, ഒരു ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും കൂടെ ഇട്ട്, കടുക് നന്നായി പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടു. ഇത് നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീൻസും ക്യാരറ്റും പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി അങ്ങനത്തെ ഒക്കെ ഇട്ട് ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് പാത്രം അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. തോരനൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കാണ്ട് ചെറിയ തീയിൽ ആവിയിൽ വേവിച്ചെടുക്കണം. അതിങ്ങനെ അടച്ച് വെച്ചിട്ടാവുകയും വേണം. അപ്പോൾ നമുക്ക് നന്നായി വെന്ത് കിട്ടുകയും ചെയ്യും, അതിൻ്റെ ആ ഫ്രഷ്നെസ് നഷ്ടപ്പെടുകയില്ല. ഇപ്പോൾ കണ്ടല്ലോ ബീൻസൊക്കെ ആ ഒരു കളറിനൊന്നും ഒരു മാറ്റമില്ല, അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ നാളികേരം ചിരകിയത് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നാളികേരത്തിനും കുറച്ച് വേവുണ്ടല്ലോ, അപ്പോൾ അതിൽ കിടന്ന് ഒന്ന് വേവണം, ഒന്ന് ഡ്രൈ ആയി വരണം. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം അത് അടച്ച് വെച്ച് വേവിക്കുക. നാളികേരം നമുക്ക് ചതച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. പച്ചമുളകും വെളുത്തുള്ളിയും നാളികേരം ഒക്കെ കൂടെ ചതച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് എളുപ്പപ്പണി കാട്ടിയെന്നുള്ളൂ, ചതയ്ക്കാനൊക്കെ പാടല്ലേ. പിന്നെ മിക്സീൻ്റെ ജാറൊന്ന് കഴുകണം. നമ്മളെപ്പോഴും പെണ്ണുങ്ങൾ കുറച്ചൊരു എളുപ്പപ്പണി എന്താണെന്നുള്ളത് നോക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ തട്ടിപ്പൊത്തി വെച്ച് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരം അങ്ങനെ കിടക്കട്ടെ. 5 മിനിറ്റ് എന്നുള്ള ഒരു 2-3 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ വെന്തോളുന്നുള്ളൂ. അപ്പോൾ അതാ അടുപ്പെല്ലാം മാറ്റി. അപ്പോൾ നമ്മുടെ തോരനൊക്കെ കൂടെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അടുപ്പത്തൊന്ന് സ്റ്റൗ ഓഫാക്കി വാങ്ങി വയ്ക്കാം.